അന്താരാഷ്ട്ര അംഗീകാരമുള്ള ടെന്നിക്കോയ്റ്റ് എന്ന കായിക ഇനം ഇന്ന് നമ്മുടെ പല ഗ്രാമങ്ങളിലും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതീക്ഷയാണ്. കാസർഗോഡ് ജില്ലയിൽ വലിയപറമ്പ്, ഇടയിലക്കാട്, തച്ചങ്ങാട് എന്നിവ ടെന്നിക്കോയ്റ്റ് ഗ്രാമങ്ങളാണ്. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് KOL ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. റിംഗ് ടെന്നീസ് എന്നും വിളിപ്പേരുള്ള ടെന്നിക്കോയ്റ്റ് പഴയ കാലത്ത് കപ്പലുകളിൽ നാവികർ സമയം കളയാൻ വേണ്ടി കളിച്ചു തുടങ്ങിയ ഒരു കായിക ഇനമാണ്. അവർ ഈ ഗെയിമിനെ ഡെക്ക് ടെന്നീസ് എന്ന് വിളിച്ചു. അത് ലോകമെമ്പാടും പ്രചാരത്തിലുള്ള അംഗീകൃത കായിക ഇനമായി മാറി. മിക്സഡ് ഡബിൾസ് ഉൾപ്പെടെ സിംഗിൾസും ഡബിൾസും ഉൾപ്പെടുന്നതാണ് ഗെയിം. വൃത്താകൃതിയിലുള്ള റബ്ബർ റിംഗ് രണ്ട് കളിക്കാരെയും വേർതിരിക്കുന്ന ഒരു വലയ്ക്ക് മുകളിലൂടെ എറിയുന്നു. ഓരോരുത്തരും എറിഞ്ഞ റിംഗ് എതിരാളിയുടെ കോർട്ടിലേക്ക് പിടിക്കാനും തിരികെ നൽകാനും ശ്രമിക്കുന്നു. കൈകളുടെയും കണ്ണുകളുടെയും ഏകോപനവും പൊതുവായ ഫിറ്റ്നസ് കഴിവുകളും പ്രോത്സാഹിപ്പിക്കുന്ന ഊർജ്ജസ്വലമായ കായിക വിനോദമാണ് ടെന്നിക്കോയ്റ്റ്. ഇടയിലക്കാട് ദ്വീപിൽ ടെന്നിക്കോയ്റ്റ് എന്ന കളിയെത്തിക്കുന്നതിൽ കായികാധ്യാപക സംഘടനയുടെ ദേശീയ ഉപാധ്യക്ഷനായിരുന്ന A. രാമകൃഷ്ണ മാസ്റ്റർ വലിയ പ്രയത്നമാണ് നടത്തിയത്. 20 വർഷം മുൻപ് ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം തൃക്കരിപ്പൂർ, വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഗെയിമിനെ സജീവമാക്കി. 2008 പയ്യന്നൂരിൽ നടന്ന സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ല ആദ്യമായി 2ാം സ്ഥാനം നേടിയാണ് അംഗീകാരങ്ങളുടെ തുടക്കം. ഇടയിലക്കാട്ടിലെ K. നമിത, K. മിഥില, K. സുദീപ് എന്നിവർ ആ വർഷം കേരളത്തിന് വേണ്ടി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. തുടർന്നുള്ള വർഷങ്ങളിൽ സംസ്ഥാന ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ, ആൺപെൺ വിഭാഗങ്ങളിൽ ജില്ലാ ടീം വിവിധ നേട്ടങ്ങൾ സ്വന്തമാക്കി. 2023-24 വർഷം സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ 2ാം സ്ഥാനവും സംസ്ഥാന സ്കൂൾ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനവും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനവും കാസർഗോഡ് ജില്ലയ്ക്കായിരുന്നു. ഇടയിലക്കാട്, തച്ചങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി ദേശീയ താരങ്ങൾ ഈ കളിയിലൂടെ പിറവിയെടുത്തു. നമിത, മിഥില, സുദീപ്, വർഷ, അക്ഷയ്, നിത്യ, വിദ്യ, നിഖിൽ, ദേവിക, പഞ്ചമി, അക്ഷിത്, നന്ദകിഷോർ തുടങ്ങി 12 ദേശീയ താരങ്ങൾ ഇടയിലക്കാട്ടിന്റെ മാത്രം സംഭാവനയാണ്. പൃഥ്യലക്ഷ്മി, ശ്രീഷ്മ, വർഷ, മേഘനാഥ്, അശ്വിൻ, രമ്യ, ജിഷ്ണു, ഉദയൻ തുടങ്ങി 8 പേർ തച്ചങ്ങാട് നിന്നുമുള്ള ദേശീയ താരങ്ങളാണ്. ടെന്നിക്കോയ്റ്റ് എന്ന ഗെയിം ഇടയിലക്കാട് അതുപോലെ തന്നെ തച്ചങ്ങാട് ഈ 2 പ്രദേശങ്ങളിൽ ആണ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. നിരവധി കുട്ടികൾ, ഇടയിലക്കാട്ടിലാണെങ്കിലും തച്ചങ്ങാടാണെങ്കിലും നിരവധി കുട്ടികൾ ദേശീയ, സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ടീമിൽ ദേശീയ മത്സരത്തിൽ തന്നെ മെഡൽ നേടാൻ വേണ്ടി നമ്മുടെ ഇടയിലക്കാടത്തെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തച്ചങ്ങാടിലെ കുട്ടികൾക്കും ദേശീയ ലെവലിൽ നല്ലൊരു മികച്ച നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വെക്കേഷനിലും അതുപോലെ തന്നെ തുടർച്ചയായും നമ്മൾ ക്യാമ്പ് ഇടയിലക്കാട്, തച്ചങ്ങാട് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നിരവധി കുട്ടികൾ മറ്റ് പ്രദേശങ്ങളിലും ഈ സ്ഥലങ്ങളിലെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം കുട്ടികൾക്കുണ്ട്. അവർ തൊഴിൽ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ പഠനരംഗത്തും ഉന്നത പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ടെന്നിക്കോയ്റ്റ് സർട്ടിഫിക്കറ്റിന് കൊണ്ട് കുട്ടികൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷററും റഫറിയുമായ പടന്നക്കടപ്പുറം സ്കൂളിലെ കായികാധ്യാപകൻ KV ബിജുവാണ് കാസർഗോഡ് ജില്ലാ ടീമിന്റെ പരിശീലകൻ. സംസ്ഥാന ടീം പരിശീലകൻ എറണാകുളം സ്വദേശി R. ഹരികൃഷ്ണൻ പ്രിയദർശിനി ക്ലബ്ബും ടെന്നിക്കോയ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ പരിശീലകനായി എത്തിയിരുന്നു. ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. രവി മാസ്റ്റർ, സെക്രട്ടറി K. നിശാന്ത് കുമാർ, A. അബ്ദുൾ ഷുക്കൂർ, രക്ഷാധികാരി KV രാഘവൻ മാസ്റ്റർ തുടങ്ങിയവരാണ് ടീമിന് പിന്തുണയുമായി സജീവമായുള്ളത്. നിരവധി താരങ്ങൾക്ക് PSC പോലുള്ള മത്സര പരീക്ഷകൾക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനും ജോലി ഉറപ്പുവരുത്തുന്നതിനും കഴിയുന്നുണ്ട്. സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടുന്നതിന് ടെന്നിക്കോയ് സർട്ടിഫിക്കറ്റുകൾ പരിഗണിക്കുന്നതും കൂടുതൽ കളിക്കാർ ഈ കളിയിലേക്ക് കടന്നുവരുന്നതിനും കാരണമായിട്ടുണ്ട്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.